ഹായ് ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മളിന്ന് ജനുവരി മാസത്തിൽ ഗ്യാസ് വിതരണത്തിൽ വരുന്ന മാറ്റം എന്താണെന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ മാസം 810 രൂപ മുതൽ 820 രൂപ എന്ന നിലയിൽ ആവും ഗ്യാസ് സിലിണ്ടർ ലഭ്യമാവുക. കൂടാതെ ചില സ്ഥലങ്ങളിൽ യാത്രാ ചെലവ് അധികമായി വരുന്നതിനാൽ ചില സ്ഥലങ്ങളിൽ അതിനു വരുന്ന അധിക ചിലവ് ഇതിനോട് ചേർത്ത് ഈടാക്കുന്നതായിരിക്കും. സ്ത്രീ ഗുണഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കുന്നതിന് ഉജ്ജ്വൽ യോജനയിൽ രജിസ്റ്റർ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഉപഭോക്താവിന് വർഷത്തിൽ 12 സിലിണ്ടർ സബ്സിഡിയിൽ ലഭിക്കുന്നതാണ്. സബ്സിഡി തുകയായ 300 രൂപ അക്കൗണ്ടിലേക്കാണ് ലഭിക്കുക. അതിനായി ഉജ്ജ്വൽ യോജനയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് വ്യക്തമായി ആഡ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടാതെ ഈ തുക ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ലഭിക്കുന്നതെങ്കിലും EKYC നിർബന്ധമാണ്. ആയതിനാൽ നിങ്ങൾ ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് ഹാജരായോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ EKYC നിർബന്ധമായും ചെയ്യാൻ മറക്കാതിരിക്കുക. ഗ്യാസ് ഓണർഷിപ്പ് നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന വയ്യാത്ത ആരുടെയെങ്കിലും പേരിൽ ആണ് എങ്കിൽ ഓണർഷിപ്പ് മാറ്റി കുടുംബത്തിലെ മറ്റൊരു വ്യക്തിയുടെ പേരിലേക്കാക്കി നിങ്ങൾക്ക് EKYC ചെയ്യാവുന്നതാണ്. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് സബ്സിഡിയിലൂടെ ഗ്യാസ് സിലിണ്ടർ ലഭിക്കുകയുള്ളൂ. ആയതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൂടെയാണ് നിങ്ങൾക്ക് വരുന്ന നാളുകളിലേക്കുള്ള സബ്സിഡിയും ലഭിക്കുക. താങ്ക്